വാർത്തകൾ തുടരുന്നു. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ കേന്ദ്ര സർക്കാർ പ്രദർശനാനുമതി നിഷേധിച്ച എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അനുമതി നിഷേധിച്ച കേന്ദ്ര നടപടി അംഗീകരിക്കാനാവില്ല. ഇത്തരം കത്രിക വെക്കലുകൾക്ക് പ്രബുദ്ധ കേരളം വഴങ്ങില്ല. ഭിന്നസ്വരങ്ങളെയും വൈവിധ്യമാർന്ന സർഗാവിഷ്കാരങ്ങളെയും അടിച്ചമർത്തുന്ന സംഘപരിവാർ സർക്കാരിന്റെ ഏകാധിപത്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ സെൻസർഷിപ്പ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രം വിലക്കിയ മുഴുവൻ ചിത്രങ്ങളും IFFKയിൽ പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. മുൻ നിശ്ചയപ്രകാരമുള്ള എല്ലാ ചിത്രങ്ങളും മുടക്കമില്ലാതെ പ്രദർശിപ്പിക്കണമെന്ന് ചലച്ചിത്ര അക്കാദമിക് മന്ത്രി സജി ചെറിയാൻ നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാരിന്റേത് ജനാധിപത്യ വിരുദ്ധ സമീപനമാണെന്നും മന്ത്രി പറഞ്ഞു. കൊൽക്കത്തയിൽ മേളയിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ മമതാ ബാനർജി എല്ലാ ചിത്രങ്ങളും പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. സമാനമായ നിലപാട് സ്വീകരിക്കാനാണ് സർക്കാർ അക്കാദമി ചെയർമാന് നിർദ്ദേശം നൽകിയത്. ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയാണെന്ന് തൃശൂർ മേയർ MK വർഗീസ്. UDFന്റെ വിജയം ഒരു സുനാമി ആയിരുന്നുവെന്നും ആ സുനാമിയിലാണ് ഭരണം നഷ്ടമായതെന്നും MK വർഗീസ് പറഞ്ഞു. തൃശൂരിലെ വികസന പ്രശ്നമല്ല ജനം ചർച്ച ചെയ്തത്. വികസനക്കുറവ് കൊണ്ട് ഭരണം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നില്ല. BJPയിലേക്ക് പോകുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും MK വർഗീസ് പറഞ്ഞു. ഞാൻ 5 വർഷം ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് പരിശ്രമിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തുന്ന ആരുണ്ടെങ്കിലും അത് ചോദ്യം ചെയ്യും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വികസനത്തിൻ്റെ കാര്യത്തിൽ തൃശ്ശൂർ കോർപ്പറേഷനകത്ത് ഒരിക്കലും ഭരണം നഷ്ടപ്പെടുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്കറിയാം, ചില സുനാമികൾ വന്നാൽ ചിലത് നിലനിൽക്കും, ബാക്കിയുള്ളവർക്ക് വാഷ് ഔട്ടായിട്ട് പോകുന്ന കാര്യങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ നമ്മളെക്കാൾ പ്രബുദ്ധരാണ് എന്നുള്ളത് തെളിയിക്കുകയാണ്. അപ്പോൾ 3ാമത്തെ വർഷം കേരളത്തിലെ ജനങ്ങൾ അത് ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആയിക്കോട്ടെ, ഇനി പുതിയൊരാൾക്കാർ വരട്ടെ, ഇനി അവരുടെ കൂടി കേൾക്കട്ടെ, അവരെന്ത് ചെയ്യുന്നു നോക്കട്ടെ, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. അതിൻ്റെ പേരിലായിരിക്കാം. തൃശ്ശൂരിൻ്റെ കോർപ്പറേഷൻ്റെ വികസനക്കുറവ് കൊണ്ട് ഇങ്ങനൊരു സംഭവം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് ഞാനല്ല, നിങ്ങൾക്കും പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിക്കാർ കാലുവാരിയെങ്കിലും തന്നെ ജയിപ്പിച്ചത് കോൺഗ്രസുകാരാണെന്നുള്ള മുൻ ആറന്മുള MLAയും മെഴുവേലി പഞ്ചായത്ത് 8ാം വാർഡിലെ ഇടതു സ്ഥാനാർത്ഥിയുമായ KC രാജഗോപാൽ. ഈ വിജയം ആരുടെയും ഔദാര്യമല്ലെന്നും ചിട്ടയായ പ്രവർത്തനത്തിലൂടെയും സ്ഥാനാർത്ഥി നിർണയത്തിലൂടെയും പൊരുതി നേടിയതാണെന്ന് KC രാജഗോപാൽ പറഞ്ഞു. ഈ വിജയം ജനങ്ങൾ നൽകിയ, കോൺഗ്രസിന് നൽകിയ വിജയമാണെന്ന് മുൻ MLA മനസ്സിലാക്കണം. CPM 13 സീറ്റുകൾ നേടുമെന്ന് മുൻ MLA ഇവിടെ അവകാശവാദം ഉന്നയിച്ചു. ആ അവകാശവാദത്തിൻ്റെയൊക്കെ മുനയൊടിച്ചുകൊണ്ടാണ് സാധാരണ ജനങ്ങൾ ഈ ഐക്യജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും മെഴുവേലിൽ അധികാരം നൽകിയത്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ CPMനെ സഹായിച്ചതായിട്ട് വ്യക്തമാക്കുകയാണെങ്കിൽ, അതിന് വ്യക്തമായ തെളിവുകൾ നൽകിയാൽ കോൺഗ്രസ് അവർക്കെതിരെ ഉചിതമായ നടപടിയെടുക്കും. ഞങ്ങളുടെ ഒരു വോട്ട് പോലും ഒരു കോൺഗ്രസ് പാർട്ടിക്കല്ലാതെ ഒരു ആൾക്ക് പോലും ചോർന്നു പോയിട്ടില്ല എന്നുള്ളൊരു ഉത്തമ വിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാ വാർഡുകളിലും കിട്ടിയേക്കുന്ന ഈ ജനപിന്തുണ. മുൻ MLA KC രാജഗോപാലിന്റെ CPIM വിരുദ്ധ പരാമർശങ്ങൾ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യുമെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. പരാതികൾ ഉന്നയിക്കേണ്ടത് പാർട്ടി ഘടകത്തിലാണ്. വിശദീകരണം തേടണോ എന്നത് ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കാമെന്നും രാജു എബ്രഹാം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി വരുന്ന ദിവസം ചേരുന്നുണ്ട്. ആ ജില്ലാ കമ്മിറ്റിയിൽ ഇക്കാര്യം തീർച്ചയായിട്ടും പരിശോധിക്കും. ഏത് പരാതി ഉണ്ടെങ്കിലും അത് പാർട്ടി ഫോറത്തിലാണ് അത് തരേണ്ടത്. പത്തനംതിട്ട ജില്ലയിൽ UDFനുണ്ടായ തിളക്കമാർന്ന വിജയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിലെ നെറുകേടുകൾക്കെതിരായ ജനങ്ങളുടെ വിധിയെഴുത്താണെന്ന് DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ. അധികാരത്തിനു വേണ്ടി വർഗീയ കക്ഷികളുമായി യാതൊരു കൂട്ടുകെട്ടും വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. UDFന്റെ ജില്ലയിലെ മുന്നേറ്റം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും ഉണ്ടാകാൻ പോകുന്ന വിജയത്തിന്റെ തുടക്കമാണെന്ന് DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. ഇന്ന് CPMനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ താല്പര്യമല്ല, സ്വന്തം കുടുംബത്തിന്റെ താല്പര്യത്തിന് വേണ്ടി, അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വേണ്ടിയുള്ള താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. ഒരു കാരണവശാലും LDFും BJPയുമായി ചേർന്ന് ഭരിക്കണമെന്നുള്ള തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഒരു കാരണവശാലും BJPയുമായിട്ട് നമ്മൾ കൂട്ടുകൂടുന്ന പ്രശ്നമായി. തീർച്ചയായും 5 അസംബ്ലി നിയോജക മണ്ഡലത്തിലും UDFന് വ്യക്തമായി ഭൂരിപക്ഷം ലഭിക്കുവാൻ കഴിഞ്ഞു. ഇത് 6 മാസത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ചിട്ടയായ പ്രവർത്തനത്തിലൂടെ
അത് ആ മണ്ഡലങ്ങളൊക്കെ തന്നെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകും. മലപ്പുറം തെന്നലയിൽ CPIM നേതാവ് നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളിൽ കേസെടുത്തു. വനിതാ നേതാവിന്റെ പരാതിയിലാണ് കേസ്. തെന്നല പഞ്ചായത്തിലെ 1-ാം വാർഡായ കൊടക്കലിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഉൾപ്പെട്ട പ്രസംഗം നടന്നത്. പിന്നീട് CPIM നേതാവ് സെയ്ദ് അലി മജീദ് ക്ഷമാപണം നടത്തിയിരുന്നു. വാക്കുകൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. താൻ നടത്തിയ പ്രസംഗം പരിധി വിട്ടുവെന്നും അത് ഒഴിവാക്കേണ്ടിയിരുന്നെന്നുമാണ് സെയ്ദ് അലി മജീദ് പറഞ്ഞത്. പ്രസംഗം വാർത്തയായതോടെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് CPM നേതൃത്വം വിഷയത്തിൽ ഇടപെടുകയും ഖേദപ്രകടനം ആവശ്യപ്പെടുകയും ചെയ്തത്. മലപ്പുറം തെന്നല പഞ്ചായത്തിലെ CPIM ഏരിയ സെക്രട്ടറി സയ്യിദ് അലി മജീദ് നടത്തിയ സ്ത്രീവിരുദ്ധ പ്രസംഗം സ്ത്രീകളെ ഒന്നാകെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന നിലപാടാണെന്ന് വനിതാ ലീഗ് നേതാവ് ജൽസിമിയ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിൽ സ്ത്രീകളെ പ്രദർശന വസ്തുക്കളായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് CPIM നേതാവ് നടത്തിയത്. സയ്യിദ് അലി മജീദ് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും വിഷയത്തിൽ CPIM ജില്ലാ കമ്മിറ്റി നിലപാട് വ്യക്തമാക്കണമെന്നും ജൽസിമിയ പറഞ്ഞു. സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് പറയുന്ന പുരോഗമന പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായ സെയ്ദ് അലി മജീദ് എന്ന് പറയുന്ന വ്യക്തി നടത്തിയ ആ പരാമർശത്തിൽ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുക മാത്രമല്ല, അദ്ദേഹം മാപ്പ് പറയണമെന്ന് ഞങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ കേരളത്തിലെ സ്ത്രീ സഹോദരിമാരെ ഒട്ടും ബഹുമാനിക്കാത്ത, അല്ലെങ്കിൽ അവരെ സമൂഹത്തിന് മുന്നിൽ ഏറ്റവും ഇകഴ്ത്തി കാണിക്കുന്ന, അല്ലെങ്കിൽ അതിന് മറ്റൊരു ഭാഷ പറഞ്ഞാൽ കാഴ്ചവെക്കുക എന്ന് പറഞ്ഞാൽ വിൽപ്പന ചരക്കാക്കുക എന്നുകൂടി അർത്ഥം വരുന്നതാണ്. അത് ഞങ്ങളുടെ ആവശ്യം, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ സ്ത്രീ ജനങ്ങളുടെ ആവശ്യം. അദ്ദേഹം തെരഞ്ഞെടുത്ത് സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലി പഞ്ചായത്ത് മെമ്പർ ആകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ജനപ്രതിനിധി ആയിക്കൊണ്ട് അദ്ദേഹം വരാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ ചലച്ചിത്ര അക്കാദമിക്ക് പോലീസ് നോട്ടീസ് നൽകി. സംവിധായികയായ യുവതി അക്കാദമിക് പരാതി നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ നടപടിയെടുത്തുവെന്ന് അറിയിക്കണം. നടപടിയെടുത്തില്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് വ്യക്തമാക്കണമെന്നും നോട്ടീസിലുണ്ട്. IFFK സ്ക്രീനിംഗ് നടക്കുമ്പോൾ ഹോട്ടലിലുണ്ടായിരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ വിവരങ്ങളും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിൽ പരാതിക്കാരുടെ രഹസ്യമൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. ജയപരാജയങ്ങളെ തടഞ്ഞു നിർത്താൻ ചൂണ്ടുവിരലിൽ മഷി പുരളുന്ന ഓരോ വോട്ടിനും സാധിക്കും. ജയപരാജയം മാത്രമല്ല, ഒരു പഞ്ചായത്തിന്റെ ഭരണം നിശ്ചയിക്കുന്നതിൽ ഓരോ വോട്ടും നിർണായകമായ പങ്കും വഹിക്കുന്നുണ്ട്. ഇടുക്കി ബൈസൺ വാലി പഞ്ചായത്തിലെ 13-ാം വാർഡിൽ നിന്നും മത്സരിച്ച LDF സ്ഥാനാർത്ഥി ഷാലുമോൾ വിജയിച്ചത് ഒരു വോട്ടിനാണ്. വിനീഷ് ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആ ഒരു വോട്ടിൽ നമ്മൾ ജയിക്കുക എന്നുള്ളത് ഒരുപാട് പേരുടെ സപ്പോർട്ടും ഇതിലുണ്ട്. അതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ജനാധിപത്യത്തിൽ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. അത്തരത്തിൽ ഒരു വോട്ട് ലഭിച്ച സ്ഥാനാർത്ഥി നമ്മുടെ കൂടെയുണ്ട്. എത്രാം വാർഡാണ്, എങ്ങനെയാണ് പേര്? എൻ്റെ പേര് ഷാലുമോൾ സാബു. ഞാൻ ബൈസൺ വാലി പഞ്ചായത്തിലെ 13-ാം വാർഡിൽ നിന്ന് തേക്കിൻകാനത്തിൽ നിന്ന് മത്സരിച്ച് ഒരു വോട്ടിന് ഞാൻ ജയിച്ചിരിക്കുകയാണ്. അതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും എനിക്കുണ്ട്. കാരണം ഞാൻ പുതിയതായിട്ട് കടന്നു വന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഇതിൽ ഞാൻ നേരത്തെ ഒരു മുൻപരിചയം ഇല്ലാതെ കടന്നു വന്നതായതുകൊണ്ട് ആൾക്കാർ എന്നെ വളരെ സ്വീകാര്യതയോടു കൂടിയാണ് എന്നെ മുന്നിൽ കണ്ടതും എന്നെ ജയിപ്പിച്ചു വിട്ടതും. ഒരു കടുത്ത പോരാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു വോട്ട് അല്ലേ, ആ ഒറ്റ വോട്ടിലാണ് വിജയമുണ്ടായത് അല്ലെ? LDFിനെ അപേക്ഷിച്ച് ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്താനായി അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഒരു വോട്ട് വിലപ്പെട്ടതാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത് അന്നാണ്. കാരണം ഞാൻ അവിടെ നിൽക്കുമ്പോഴും ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ എതിർ സ്ഥാനാർത്ഥി എന്നത് തികച്ചും ചെറിയൊരാളല്ലായിരുന്നു. എനിക്കതിൽ അഭിമാനമാണുള്ളത്. എന്നെ ഇതിൽ കൈക്ക് പിടിച്ച് ഉയർത്തിയ ഞങ്ങളുടെ പാർട്ടിക്കാരോടും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് ഈ ഒരു വിജയം എനിക്ക് നേടാനായിട്ട് സാധിച്ചത്. പാർട്ടി ഇത്രയും വലിയൊരു ദൗത്യം തന്നപ്പോഴത്തേക്കും സ്ഥാനാർത്ഥിയെ നിർണയിച്ചു. അപ്പോൾ വലിയ സന്തോഷം ഉണ്ടായി അല്ലേ? അപ്പോൾ ഇത് എങ്ങനെ, ഈ പ്രചരണ രംഗത്തൊക്കെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും പ്രചരണ രംഗത്തിൽ ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. കാരണം യുവത്വം മുൻപോട്ട് വരട്ടെ എന്നൊരു ആശയത്തോടു കൂടിയാണ് ഞാൻ മുൻപിലേക്ക് വന്നതും ബാക്കിയുള്ളവരുടെ അടുത്ത് സമീപിച്ചതും. അപ്പൊ തീർച്ചയായിട്ടും അതിലൊരു നല്ലൊരു സമീപനമാണ് ജനങ്ങളിൽ നിന്ന് എനിക്കുണ്ടായിരുന്നത്. നിലവിൽ
എന്താണ് ആ 13ാം വാർഡിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് MSW ആണ്. അപ്പം എനിക്ക് പരസ്യമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു തീർച്ചയായിട്ടും കുറേ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് എനിക്ക് ഒരു സ്ഥാനം തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇപ്പം അടിസ്ഥാന സൗകര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും അതിനോടൊപ്പം നിൽക്കും. അത് കൂടാതെ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് ഞങ്ങൾ മുന്നോട്ട് വരാനായിട്ട് രൂപീകരണം ചെയ്തിട്ടുണ്ട്. അതിലേതായാലും ഞങ്ങൾ തീർച്ചയായിട്ടും മുൻപോട്ട് വരും. കാർഷിക മേഖലയാണ്, ചിലപ്പോൾ ഈ വെള്ളത്തിന്റെ ക്ഷാമമൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമായിരിക്കും. തീർച്ചയായിട്ടും. കാരണം ചില സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ തന്നെ ഞങ്ങളത് ശ്രദ്ധിച്ചായിരുന്നു. ജലസേചനത്തിന്റെ കുറച്ച് ലഭ്യത കുറവുണ്ട്. അപ്പം ജലനിധിയോടനുബന്ധിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അത് തീർച്ചയായിട്ടും നടപ്പാക്കുകയും ചെയ്യും. വലിയ സന്തോഷമാണ് ഒരു വോട്ട് ജയിച്ചത്. അതെ, തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുതിയതായിട്ട് വരുന്നൊരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു വോട്ടിൽ നമ്മൾ ജയിക്കുക എന്നുള്ളത് ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ഒരുപാട് പേരുടെ സപ്പോർട്ടും ഇതിലുണ്ട്. അതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിലവില് ഈ പഞ്ചായത്തിലെ കക്ഷിനില എന്ന് പറയുന്നത് LDF-ന് 8ഉം അതോടൊപ്പം തന്നെ UDF-ന് 5ഉം NDA BJP-ക്ക് ഒരു സീറ്റാണ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ആ ഒരു വോട്ടിൽ വിജയിച്ച് LDF-ന്റെ ഭരണം നിലനിർത്താനായതിന്റെ സന്തോഷത്തിലാണ് ശാലു ഉള്ളത്. ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം വിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പ്രത്യേക തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ്, മലപ്പുറം ജില്ലയിലെ മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം വാർഡ്, എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ വാർഡ് എന്നിവിടങ്ങളിലേക്കാണ് പ്രത്യേക തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. പ്രത്യേക തിരഞ്ഞെടുപ്പുള്ള വാർഡുകളിൽ നിലവിൽ സ്ഥാനാർത്ഥികളായിട്ടുള്ളവർ വീണ്ടും പത്രിക സമർപ്പിക്കേണ്ടതില്ല. തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ മൂത്തേടം, പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തുകളിൽ പൂർണ്ണമായും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിൽ മാത്രമായും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. കാസർഗോഡ് 3 മുന്നണികൾക്കും ആശ്വാസവിധിയായി ഗ്രാമപഞ്ചായത്തിലെ ജനഹിതം. പഞ്ചായത്തുകളിൽ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിലും ചിലയിടങ്ങളിൽ അട്ടിമറിയുണ്ടായി. വ്യക്തമായ ഭൂരിപക്ഷം നേടാതെ 4 പഞ്ചായത്തുകൾ ഭരണപ്രതിസന്ധിയിലായിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ കാസർഗോഡ് ജില്ലയിൽ 3 മുന്നണികൾക്കും കാര്യമായ നേട്ടമോ കോട്ടമോ സംഭവിച്ചില്ല. അജാനൂർ, ബേഡെടുക്ക, ചെറുവത്തൂർ, കയ്യൂർ ചിമേനി, കിനാറൂർ കരിന്തളം, കോടോംബേളൂർ, കുറ്റിക്കോൾ, മടിക്കൈ, പടന്ന, പള്ളിക്കര, പനത്തടി, പിലിക്കോട്, വെസ്റ്റേളേരി എന്നിവിടങ്ങളിൽ ഇടതുമുന്നണി വിജയം നേടി. മുസ്ലിം ലീഗിലെ വിഭാഗീയത ഏറെ ചർച്ച ചെയ്യപ്പെട്ട പടന്ന പഞ്ചായത്തിൽ UDF-ന് അപ്രതീക്ഷിത തിരിച്ചടി നൽകി LDF ഭരണം പിടിച്ചെടുത്തു. വെസ്റ്റേളേരി പഞ്ചായത്തിലും ഭരണം തിരിച്ചുപിടിക്കാനായത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഐതിഹാസിക വിജയം കരസ്ഥമാക്കിയാണ് UDF-ന്റെ മുന്നേറ്റം. ബെളാൽ, ചെങ്കള, ഈസ്റ്റളേരി, എൻമകജെ, കള്ളാർ, കുമ്പള, മംഗൽപ്പാടി, മഞ്ചേശ്വരം, മീഞ്ച, മൊഗ്രാൽപുത്തൂർ, മൂളിയാർ, പൈവളികെ, തൃക്കരിപ്പൂർ, ഉദുമ, വലിയപറമ്പ, വോർക്കാടി എന്നീ പഞ്ചായത്തുകളിൽ UDF അധികാരം നേടി. 20 വർഷത്തെ LDF ഭരണത്തെ അട്ടിമറിച്ച് വലിയപറമ്പ പഞ്ചായത്ത് തിരിച്ചുപിടിക്കാനായത് UDF-ന്റെ വിജയചരിത്രത്തിലെ പൊൻതൂവൽ കൂടിയാണ്. ഉദുമയിൽ ഭരണം തിരിച്ചുപിടിച്ചതും ദേലമ്പാടി പഞ്ചായത്ത് പിടിച്ചെടുത്തതും അഭിമാനാർഹമാണ്. BJP-ക്കേറെ സ്വാധീനമുള്ള ജില്ലയിൽ ആശ്വാസവിധിയാണ് ഗ്രാമപഞ്ചായത്തുകളിലുണ്ടായിരിക്കുന്നത്. മധൂർ, കാറടുക്ക, കുമ്പടാജെ എന്നീ പഞ്ചായത്തുകളിൽ ഭരണം നേടാൻ BJP-ക്ക് സാധിച്ചു. മധൂർ പഞ്ചായത്തിൽ വൻ ഭൂരിപക്ഷത്തിലാണ് BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. തുടർച്ചയായ 10ാം തവണയാണ് മധൂർ പഞ്ചായത്തിൽ BJP അധികാരം നേടുന്നത്.
അതേസമയം 4 പഞ്ചായത്തുകളിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. ബദിയടുക്ക, ബേളൂർ, ദേലമ്പാടി, പുല്ലൂർ പെരിയ, പൊത്തികൈ പഞ്ചായത്തുകളിലാണ് ഭരണ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. ഏതായാലും സേവമല ബ്ലോക്ക് ഡിവിഷനിലും വമ്പിച്ച വിജയമാണ് UDF ഉണ്ടായിരിക്കുന്നത്. രാജാറാമാണ് വിജയിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് വിജയം? സന്തോഷമാണ്. നമ്മൾ 1935 വോട്ടാണ് ജയിച്ചത്. പക്ഷെ ജനങ്ങൾക്കാണ് നന്ദി ചൊല്ലേണ്ടത്, ഞങ്ങൾക്കല്ല. ജനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും വോട്ട് ചെയ്ത് വെറ്റ് ചെയ്ത ജനങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വോട്ടെണ്ണയിൽ തുടങ്ങിയപ്പോൾ വലിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അതില്ല, പക്ഷെ ജയിക്കുന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അതിന് ഭൂരിപക്ഷത്തിൽ കുറഞ്ഞതേ ഉള്ളൂ. കുറഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ജനങ്ങളുടെ ആവശ്യമുള്ള കാര്യങ്ങളെ കണ്ടെത്തി അത് എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിന് പാർട്ടി, നമ്മുടെ കോൺഗ്രസ് പാർട്ടി എന്താ തീരുമാനം എടുക്കുന്നുണ്ടോ അത് നേതൃത്വം AK മണി, ഈ മണിയാണ്ടി ഇവരൊക്കെ പറയുന്നത് അനുസരിച്ചിട്ട് അത് എന്താ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകും. വലിയ സന്തോഷത്തിലാണ്. സന്തോഷമാണ്. ഏതായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് രാജാറാമുള്ളത്. ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷാനണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. കണ്ണൂർ പിണറായിയിൽ സ്ഫോടനത്തിൽ CPIM പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നു. വെട്ടുണ്ടായി കനാൽക്കരയിൽ വിപിൻ രാജിനാണ് പരിക്കേറ്റത്. സ്ഫോടക വസ്തു വിപിന്റെ കയ്യിലിരുന്ന് പൊട്ടുകയായിരുന്നു. പരിക്കേറ്റ വിപിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ 60 വയസ്സുകാരിയെ KSRTC ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടതായി പരാതി. തിരുവല്ല സ്വദേശി സുജ കുര്യാക്കോസിനെയാണ് കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടത്. കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് മടങ്ങവേ തിരുവനന്തപുരം കോതമംഗലം സൂപ്പർഫാസ്റ്റ് ബസ്സിൽ വെച്ചായിരുന്നു സംഭവം. സുജയ്ക്ക് ഇറങ്ങേണ്ട കുറ്റൂർ സ്റ്റോപ്പിൽ ടിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ അവിടെ നിർത്താൻ കഴിയില്ലെന്നായിരുന്നു കണ്ടക്ടറുടെ മറുപടി. യാത്രക്കാരെ ഇറങ്ങിപ്പോയാൽ മാത്രമേ ബസ് വിടൂ എന്ന വാശി പിടിച്ചതോടെ യാത്രക്കാരി ബസ്സിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. സംഭവത്തിൽ ഗതാഗത മന്ത്രിക്കും KSRTC അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട്. ചെങ്ങന്നൂരിൽ നിന്നും കുറ്റൂരേക്ക് പോകാനായിട്ട് കോതമംഗലം സൂപ്പർ ഫാസ്റ്റ് വന്നു. ഞാൻ കൈ കാണിച്ചു, ബസ് നിർത്തി. അവർ ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നു. അപ്പോൾ വെള്ളാവൂർ ജംഗ്ഷൻ കഴിഞ്ഞായിരുന്നു. കുറ്റൂരാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുറ്റൂർ സ്റ്റോപ്പില്ല. അപ്പൊ ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു, ഇന്ന് ഒരു ദിവസത്തേന് നിങ്ങൾ ക്ഷമിക്കേ, ഞാൻ കയറിപ്പോയില്ലേ, ഇത്രയും വരെ വന്നില്ലേ, ഇന്ന് ഒരു ദിവസത്തേന് നിങ്ങൾ എന്നെ കുറ്റൂര് നിർത്തേ, നാളെ തൊട്ട് ഞാനിത് ആവർത്തിക്കത്തില്ല, സൂപ്പർ ഫാസ്റ്റേ കയറത്തില്ല. കാല് പിടിച്ച് പറയുന്ന പോലെ പറഞ്ഞു. എന്നിട്ടും അവർ കേട്ടില്ല. 5 മിനിറ്റോളം ആ ബസ് അവിടെ നിർത്തിയിട്ടു. എന്നിട്ട് അവർ പറഞ്ഞു പറ്റത്തില്ല, ഇറങ്ങിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. എനിക്ക് വളരെയധികം മാനസികമായിട്ട് അത് പ്രയാസപ്പെട്ടു. ഇടുക്കി ബൈസൺ വാലി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ LP വിഭാഗം കെട്ടിടത്തിന്റെ മേൽക്കൂരയോട് ചേർന്നുള്ള സീലിംഗിന്റെ ഒരു ഭാഗം അടർന്നു വീണു. സീലിംഗ് അടർന്ന കുട്ടികളുടെ ദേഹത്ത് വീഴാത്തത് വലിയ അപകടം ഒഴിവാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കുകളില്ലെന്നാണ് സ്കൂൾ PTA വ്യക്തമാക്കിയത്. ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു ഈ കെട്ടിടത്തിന്റെ നവീകരണ ജോലികൾ നടത്തിയത്. സീലിംഗിന് ഇളക്കം സംഭവിച്ചത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കുട്ടികളെ ക്ലാസ് മുറിയിൽ നിന്നും മാറ്റിയിരുന്നതായി സ്കൂൾ അധികൃതർ പറഞ്ഞു. ഇതിനുശേഷമാണ് സീലിംഗ് താഴേക്ക് വീണത്. നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. കന്നഡ സൂപ്പർ താരങ്ങളായ ശിവരാജ് കുമാർ, രാജ്ബി ഷെട്ടി, ഉപേന്ദ്ര എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാവുന്ന ചിത്രം 45ന്റെ ട്രെയിലർ പുറത്ത്. പ്രശസ്ത സംഗീത സംവിധായകൻ അർജുൻ ജന്യത് സംവിധായകനായ അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രമാണിത്. വമ്പൻ ആക്ഷൻ രംഗങ്ങളും അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങളും അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനങ്ങളും നൽകുന്ന ഒരു ദൃശ്യവിസ്മയമായിരിക്കും 45 എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. കന്നഡ, ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം എന്നീ ഭാഷകളിലാണ് ചിത്രം റിലീസിനൊരുങ്ങുന്നത്. Let's go. എന്റെ പ്രശ്നം എനിക്കല്ല അറിയൂ. പിന്നെ சொன்னா
മലയാള സിനിമയിലെ ആദ്യത്തെ മുഴുനീള WWE സ്റ്റൈൽ ആക്ഷൻ കോമിക് ചിത്രമായ ചത്ത പച്ച റിംഗ് ഓഫ് റൗഡീസിന്റെ ടൈറ്റിൽ ട്രാക്ക് പുറത്ത്. വിനായക് ശശികുമാർ, ഫെജോ എന്നിവർ ചേർന്നാണ് ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചത്. അർജുൻ അശോകൻ നായകനായി എത്തുന്ന ചിത്രത്തിൽ റോഷൻ മാത്യു, ഇഷാൻ ഷൌക്കത്ത്, വിശാഖ് നായർ, പൂജ മോഹൻദാസ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ദിലീപ് നായകനായെത്തുന്ന ചിത്രം ഭബ്ബായിലെ ആദ്യ ഗാനം പുറത്ത്. അഴിഞ്ഞാട്ടം എന്ന ടൈറ്റിലൂടെ പുറത്തു വന്ന ഗാനം ആലപിച്ചത് MG ശ്രീകുമാർ, വിനീത് ശ്രീനിവാസൻ, നിരൻ സുരേഷ് എന്നിവർ ചേർന്നാണ്. ദിലീപും മോഹൻലാലും ചുവടുവയ്ക്കുന്ന ഈ ഗാനത്തിന് നൃത്തം ഒരുക്കിയത് സാൻഡി മാസ്റ്ററാണ്. ഇരുവരുടെയും തകർപ്പൻ നൃത്ത ചുവടുകൾ തന്നെയാണ് ഗാനത്തിന്റെ ഹൈലൈറ്റ്. ഡിസംബർ 18-നാണ് ചിത്രം ആഗോള റിലീസായി എത്തുക. മണിരത്നം സംവിധാനം ചെയ്ത് നാഗാർജുനയും ഗിരീഷ ഷെട്ടാറും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം ഗീതാഞ്ജലി 36 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു. 4K പതിപ്പിലാണ് ചിത്രം റീ റിലീസിനെത്തുന്നത്. തെലുങ്കിൽ മണിരത്നം സംവിധാനം ചെയ്ത ഒരേ ഒരു ചിത്രമാണിത്. മരണാസന്നരായ രണ്ടുപേരുടെ പ്രണയകഥയാണ് ചിത്രം പറയുന്നത്. 1989-ലാണ് ചിത്രം റിലീസ് ചെയ്തത്. വനമാലി പ്രൊജക്ടിന്റെ ബാനറിൽ തെലുങ്ക് സംവിധായകൻ ഭാസ്കർ ബന്ദുപള്ളി എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം ഗരികയുടെ ചിത്രീകരണം പൂർത്തിയായി. തെലുങ്കിലും മലയാളത്തിലുമായി നിർമ്മിക്കുന്ന ചിത്രത്തിലെ പുതുമുഖങ്ങളായ റിഷാനും അഞ്ജന ആർ നായരുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ആലിയ ഷാൻ, കലേറ്റുംകര, ജോർദൻ ബ്രിയാനി എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഹൈദരാബാദ്, കൊച്ചി, കാലടി, കടമക്കുടി എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം നടന്നത്. ഹൊറർ ത്രില്ലർ ജോണറിൽ നിർമ്മിക്കുന്ന ചിത്രം ഭാസ്കർ ബന്ദുപള്ളിയുടെ ആദ്യ മലയാള സിനിമയാണ്. ചില പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വയനാട് പച്ചിലക്കാട് ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയ കടുവ കൈതക്കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കടുവ ജനവാസ മേഖലയിലേക്കാണ് ഓടിയത്. പ്രദേശത്ത് നിന്നും കടുവയെ പടക്കം പൊഴിച്ച് തുരത്താനുള്ള ശ്രമം തുടരുന്നു. ദൃശ്യങ്ങളിലേക്ക്. വയനാട് പച്ചിലക്കാട് ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയ കടുവ കൈതക്കാട്ടിൽ നിന്നും പുറത്തേക്കോടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കുറേ ദിവസങ്ങളായി കടുവയുടെ ശല്യം രൂക്ഷമാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെയാണ് ഇപ്പോൾ പടക്കം പൊടിച്ച് ഓടിക്കുന്നത്. കടുവ കൈതക്കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കടുവ ജനവാസ മേഖലയിലേക്കാണ് ഓടിയത്. പ്രദേശത്ത് നിന്നും കടുവയെ പടക്കം പൊടിച്ച് തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയായപ്പോൾ ബംഗാളിൽ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 58 ലക്ഷം പേർ പുറത്ത്. 24 ലക്ഷം പേർ മരിച്ചു. 12 ലക്ഷം പേരുടെ എന്യൂമറേഷൻ ഫോം മടങ്ങി. 1.3 ലക്ഷം ഇരട്ട വോട്ടുകളും കണ്ടെത്തി. കരട് പട്ടികയിൽ ഒഴിവാക്കപ്പെട്ടവർക്ക് പരാതി ഉന്നയിക്കാൻ അവസരമുണ്ട്. പരാതി പരിഹരിച്ച ശേഷം ഫെബ്രുവരിയിൽ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. ബംഗാളിലെ നിയമപരമായ വോട്ടർമാരെ നീക്കം ചെയ്ത് BJPയുടെ ഗൂഢാലോചനയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു.
നാഷണൽ ഹെറാൾഡ് കേസിൽ ഗാന്ധി കുടുംബത്തിന് ആശ്വാസം. സോണിയയും രാഹുലും അടക്കമുള്ളവർക്കെതിരെ എടുത്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ കുറ്റപത്രം പരിഗണിക്കാൻ ഡൽഹി കോടതി വിസമ്മതിച്ചു. ഇ.ഡി കേസ് നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. കള്ളപ്പണം വെളുപ്പിച്ചെന്ന് ആരോപിച്ചാണ് ഇ.ഡി സോണിയ അടക്കമുള്ളവർക്കെതിരെ കുറ്റം ചുമത്തിയത്. സുബ്രഹ്മണ്യ സ്വാമിയുടെ പരാതിയിലാണ് ഇ.ഡി കേസെടുത്തത്. സ്വകാര്യ പരാതിയിലെടുത്ത കേസിൽ വാദം കേൾക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. റോസ് അവന്യൂ കോടതിയാണ് കേസ് പരിഗണിച്ചത്. ഡൽഹി പോലീസ് പുതിയ പ്രഥമ വിവര റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം തുടരാമെന്നും കോടതി പറഞ്ഞു. പരാതി നിലനിൽക്കില്ലെന്ന കോടതിയുടെ ഉത്തരവ് ഇഡിക്ക് കനത്ത തിരിച്ചടിയായി. നാഷണൽ ഹെറാൾഡ് ഏറ്റെടുത്തതിൽ 2000 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടന്നെന്നാണ് ഇഡിയുടെ ആരോപണം. യുവതിയുടെ മുഖത്തെ ഹിജാബ് മാറ്റാനുള്ള ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ശ്രമം വിവാദത്തിൽ. പാട്നയിൽ സർക്കാർ സംഘടിപ്പിച്ച ആയുഷ് ഡോക്ടർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിനിടെയാണ് സംഭവം. സർട്ടിഫിക്കറ്റ് നൽകുന്നതിനിടെ നിതീഷ് കുമാർ ഹിജാബ് നീക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി നിതീഷ് കുമാറിനെ തടയാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചതോടെ നിതീഷ് കുമാറിനെതിരെ വിമർശനവുമായി കോൺഗ്രസും RJDയും രംഗത്തെത്തി. നിജമായ പ്രവൃത്തിയാണ് ഉണ്ടായതെന്നും നിതീഷ് കുമാർ രാജിവെക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സ്ത്രീകളോടുള്ള JDU-BJP സഖ്യത്തിന്റെ മനോഭാവമാണ് സംഭവത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് RJD ആരോപിച്ചു. നിതീഷ് കുമാറിന്റെ മനോനിലയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ച RJD വക്താവ് ഇജാസ് അഹമ്മദ് BJPയെയും RSSനെയും പ്രീതിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് നിതീഷ് കുമാർ എന്നും പറഞ്ഞു. വീണ്ടും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഫ്രാൻസ് ഫുട്ബോൾ താരം കിലിയൻ എംബാപ്പയ്ക്ക് 60 മില്യൺ യൂറോ നഷ്ടപരിഹാരമായി നൽകണമെന്ന് ഫ്രഞ്ച് ക്ലബ്ബായ PSG-യോട് കോടതി. പാരീസിലെ തൊഴിൽ കോടതിയാണ് ഉത്തരവിട്ടത്. പണം നൽകാനുണ്ടെന്ന് കാണിച്ച് PSG-യുടെ മുൻ താരമായിരുന്ന എംബാപ്പെ നൽകിയ കേസിലാണ് കോടതിയുടെ വിധി. ശമ്പളവും ബോണസും ഉൾപ്പെടെയുമാണ് ഈ തുക നൽകേണ്ടത്. PSG 55 മില്യൺ യൂറോ ശമ്പളം നൽകാനുണ്ടെന്ന് എംബാപ്പെ വാദിച്ചിരുന്നു. PSG-യിൽ നിന്ന് ലഭിക്കേണ്ട അവസാന 3 മാസത്തേത് ഉൾപ്പെടെയുള്ള പ്രതിഫലമാണിത്. PSG ഈ തുക നൽകുന്നതിൽ വീഴ്ച വരുത്തിയതായി കോടതി കണ്ടെത്തി. ഫ്രാൻസ് ഫുട്ബോൾ താരം കിലിയൻ എംബാപ്പയ്ക്കാണ് നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കിലിയൻ എംബാപ്പയ്ക്ക് 60 മില്യൺ യൂറോ നഷ്ടപരിഹാരമായി നൽകണമെന്ന് ഫ്രഞ്ച് ക്ലബ്ബായ PSG-യോട് കോടതി പറഞ്ഞിട്ടുണ്ട്. പാരീസിലെ തൊഴിൽ കോടതിയാണ് ഇത്തരത്തിലൊരു ഉത്തരവിട്ടിരിക്കുന്നത്. പണം നൽകാനുണ്ടെന്ന് കാണിച്ച് PSG-യുടെ മുൻ താരമായിരുന്ന എംബാപ്പെ നൽകിയ കേസിലാണ് ഇപ്പോൾ കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ശമ്പളവും ബോണസും ഉൾപ്പെടെയാണ് ഈ ഒരു തുക നൽകേണ്ടത്. PSG 55 മില്യൺ യൂറോ ശമ്പളം നൽകാനുണ്ടെന്ന് എംബാപ്പെ വാദിച്ചിരുന്നു. PSG-യിൽ നിന്നും ലഭിക്കേണ്ട അവസാന 3 മാസത്തേതുൾപ്പെടെയുള്ള ഒരു പ്രതിഫലമാണിത്. PSG ഈ തുക നൽകുന്നതിൽ വീഴ്ച വരുത്തിയതായും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയിരിക്കുന്നത്. മെക്സിക്കോയിൽ സ്വകാര്യ ജെറ്റ് തകർന്നു വീണ് 7 മരണം. അടിയന്തര ലാൻഡിംഗിന് ശ്രമിക്കുന്നതിനിടെ വിമാനം തകർന്നു വീണത്. മെക്സിക്കോ സിറ്റിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ പടിഞ്ഞാറ് ടൊലൂക്ക വിമാനത്താവളത്തിന് സമീപം വ്യവസായ മേഖലയായ സാൻ മാറ്റിയോ അറ്റൻകോയിലാണ് അപകടം. ശബരിമല മണ്ഡലകാല വാർത്തകളിലേക്കാണ് നോക്കാം. ശരണമന്ത്രം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്തുവാനുള്ള തങ്ക അങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര ഡിസംബർ 23 രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. 26 വൈകുന്നേരം ദീപാരാധനയ്ക്ക് മുൻപ് ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും. 27 മണ്ഡലപൂജ. 23 രാവിലെ 5 മുതൽ 7 വരെ ആറന്മുള ക്ഷേത്ര അങ്കണത്തിൽ തങ്ക അങ്കി പൊതുജനങ്ങൾക്ക് ദർശിക്കാൻ അവസരമുണ്ട്.
തിരുവിതാംകൂർ മഹാരാജാവ് അയ്യപ്പസ്വാമിക്ക് മണ്ഡല പൂജയ്ക്ക് ചാർത്താനായി സമർപ്പിച്ചിട്ടുള്ളതാണ് തങ്കാങ്കി. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,270 രൂപ, പവന് 98,160 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,150 രൂപ, പവന് 81,200 രൂപ. വെള്ളി ഗ്രാമിന് 200 രൂപ, കിലോയ്ക്ക് 2 ലക്ഷം രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. IPL-ലെ മിനി ലേലത്തിൽ ഏറ്റവും വിലയേറിയ വിദേശ കളിക്കാരനായി ഓസ്ട്രേലിയൻ താരം കാമറൂൺ ഗ്രീൻ 25.20 കോടി രൂപ മുടക്കിയാണ് കാമറൂൺ ഗ്രീനെ കൊൽക്കത്ത സ്വന്തമാക്കിയത്. IPL ചരിത്രത്തിൽ ഒരു വിദേശ താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിത്. മദീഷ പദരാനെ 18 കോടിക്കും കൊൽക്കത്ത സ്വന്തമാക്കി. ഡേവിഡ് മില്ലറിനെ 2 കോടിക്ക് ഡൽഹി ക്യാപിറ്റൽസും ശ്രീലങ്കൻ കളിക്കാരനായ ഹസരംഗയെ 2 കോടിക്ക് ലക്നൌവും സ്വന്തമാക്കിയപ്പോൾ വെങ്കടേഷ് അയ്യരെ 7 കോടിക്ക് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സ്വന്തമാക്കി. ഡികോക്കിനെ 1 കോടിക്ക് മുംബൈ ഇന്ത്യൻസും ബെൻഡക്കിനെ ഡൽഹി 2 കോടിക്കും ഫിന്നലിനെ കൊൽക്കത്ത 2 കോടിക്കും സ്വന്തമാക്കി. മലയാളി താരം വിഘ്നേഷ് പുത്തൂർ 30 ലക്ഷം രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസിലെത്തി. അബുദാബിയിലെ മിനി താര ലേലത്തിനായി 359 പേരുടെ പട്ടികയായിരുന്നു പുറത്തുവിട്ടിരുന്നത്. കുവൈറ്റിലെ സാംസ്കാരിക സംഘടനയായ ഗാന്ധി സ്മൃതി സ്നേഹയാത്ര സംഘടിപ്പിച്ചു. സംഘടനയുടെ ജീവകാരുണ്യ പദ്ധതിയുടെ ഈ വർഷത്തെ വിതരണോദ്ഘാടനം പ്രസിഡന്റ് പ്രജോദ് ഉണ്ണി നിർവഹിച്ചു. കഴിഞ്ഞ 4 വർഷമായി മുടങ്ങാതെ നടന്നുവരുന്ന ഈ പദ്ധതി മരുഭൂമിയിലെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാണ് പകരുന്നത് എന്നും കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിലെ മരുഭൂമിയിൽ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നേരിട്ടെത്തിയാണ് ഇത്തവണയും സഹായം വിതരണം ചെയ്തതെന്ന് ഭാരവാഹികൾ സൂചിപ്പിച്ചു. തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്നതും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ താമസിക്കുന്നതുമായ തൊഴിലാളികൾക്കാണ് ഈ ഉദ്യമം കൈത്താങ്ങായത്. സ്നേഹയാത്രയിലൂടെ പോഷകമൂല്യങ്ങളായ ഭക്ഷണപ്പൊതികളും കുടിവെള്ളവും വിറ്റാമിൻ സപ്ലിമെന്റുകളും പുതിയ വസ്ത്രങ്ങളും ശൈത്യത്തിന് ഉപയോഗമായ ബ്ലാങ്കറ്റുകൾ എന്നിവയാണ് വിതരണം ചെയ്തിരുന്നത്. രക്ഷാധികാരി റജി സെബാസ്റ്റ്യൻ, ജനറൽ സെക്രട്ടറി മധു മാഹി, റൊമാൻസ് പൈറ്റൻ, സജിൽ പി കെ, ഷീബ പെയ്റ്റോൺ, ലാഗ് ജോസ്, രാജീവ് തോമസ്, സോണി മാത്യു, റഷീദ് ഇബ്രാഹിം, ഉദയകുമാർ, വിനയൻ അഴീക്കോട്, ദീപു, ജയകുമാർ, നാച്ചു, ഷിജു പൈലി, വനിതാ അംഗങ്ങളായ ചിത്ര, അജ്ബി റാഷിദ്, ആരാധന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര. മലപ്പുറം വളാഞ്ചേരി വലിയ കുന്നിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. 2 പേർക്ക് പരിക്ക്. അപകടത്തിൽ ഒരാളുടെ കാലിന് ഗുരുതര പരിക്കേറ്റു. വളാഞ്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്കും എതിർദിശയിൽ നിന്നും വരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പുളിഞ്ചോട് ഷാപ്പിന് സമീപത്തെ വീടുകളിലെ കിണറ്റിലെ വെള്ളത്തിന് നിറവ്യത്യാസം കണ്ടെത്തി. 3 ദിവസം മുൻപാണ് കിണറ്റിലെ വെള്ളത്തിന് നീല നിറം കണ്ടു തുടങ്ങിയത്. പ്രദേശവാസികളായ ഉണ്ണികൃഷ്ണൻ, പ്രഭാകരൻ എന്നിവരുടെ കിണറ്റിലെ വെള്ളത്തിനാണ് നിറവ്യത്യാസമുണ്ടായത്. സംഭവത്തിന് പിന്നാലെ വരവൂർ ഹെൽത്ത് സെന്ററിൽ വിവരം അറിയിച്ചു. മേഖലയിലെ മറ്റു കിണറ്റുകളിലെ വെള്ളത്തിനും നിറവ്യത്യാസം കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളം പരിശോധിച്ച് ഉദ്യോഗസ്ഥർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വീട്ടിലെ കിണറ്റിലെ കുടിവെള്ളമാണ്. അത് ഇപ്പോ 2-3 ദിവസമായിട്ട് ഒരു നീല കളറാണ്. അടുത്ത ചുറ്റുപാടുള്ള കിണറ്റുകളിലൊക്കെ ഉണ്ട് ഈ കളറ്. അതിന്റെ സത്യസ്ഥിതി എന്താണെന്ന് അറിയില്ല. HIനെ കണ്ടിരുന്ന HI ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് നടപടി ഉണ്ടാവണമെന്നൊക്കെ അധികൃതരുടെ ശ്രദ്ധയിൽ പെടുത്താച്ചിട്ടാണ് നോക്കുന്നത്. തിരുവനന്തപുരം ആര്യങ്കോട് സത്യരാജന്റെ കൊലപാതക കേസിൽ ഒളിവിലായിരുന്ന പ്രതികളായ അച്ഛനും മകനും പിടിയിൽ. ആര്യങ്കോട് സ്വദേശികളായ ജോസ്, മകൻ ജോഷി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. കുടുംബ വഴക്കിനെ തുടർന്ന് ബന്ധുക്കളുടെ മർദ്ദനത്തിനിരയായാണ് ആര്യങ്കോട് സ്വദേശി സത്യരാജ് മരിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സത്യരാജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കേസിലെ മറ്റ് പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിടിയിലായ പ്രതികളെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി.
കോഴിക്കോട് കൊടിയത്തൂരിൽ തിരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിനിടെ UDF പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച വീഡിയോ CPIM നേതാക്കൾക്കെതിരെയുള്ള കൊലവിളി പ്രസംഗമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണങ്ങൾക്കെതിരെ UDF കമ്മിറ്റി രംഗത്ത്. കൊലവിളി പ്രയോഗം നടത്തി കുപ്രചാരണത്തിനിറങ്ങിയ കൊടിയത്തൂരിലെ CPIM സ്വയം പരിഹാസ്യരായിരിക്കുകയാണെന്ന് UDF നേതാക്കൾ പറഞ്ഞു. 2019 നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കാട്ടിയ മുദ്രാവാക്യമാണ് തെറ്റായി ചിത്രീകരിച്ചതെന്ന് വീഡിയോയിലുള്ള മുൻ മെമ്പർ MT റിയാസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോയിൽ ഞാനൊരു കൊലവിളി പ്രസംഗമോ ഒരു കൊലവിളി മുദ്രാവാക്യമോ നടത്തിയിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ നടത്തിയിട്ടുള്ളത് ഒരു സാധാരണ ആഘോഷ അല്ലെങ്കിൽ ഒരു വിജയാഘോഷത്തിന് നടക്കുന്ന ഒരു മുദ്രാവാക്യം മാത്രമേ വിളിച്ചിട്ടുള്ളൂ. എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് അതിൽ എഴുതി കാണിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും 2019 ഉണ്ടായ ഒരു സംഭവ വികാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മുദ്രാവാക്യം, അതിൻ്റെ ഒന്നാം സാക്ഷി കൊളായി നാസർ ഞങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള ആ ഒരു കള്ളക്കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് ഞങ്ങൾ വിളിച്ചിട്ടുള്ളത്. മയക്കുമരുന്ന് കേസിൽ പ്രതികളായവരെ കരുതൽ തടങ്കിലാക്കി. കുന്നപ്പള്ളി സ്വദേശി ഷാജി, പെരിങ്ങോട്ടുകര സ്വദേശി ലിഷൻ എന്നിവരെയാണ് 1 വർഷത്തേക്കാണ് ജയിലിലടച്ചത്. ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഒളിവിൽ പോയ ഷാജി തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വഴി ചാവക്കാട് വെച്ചാണ് പിടിയിലായത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണിവർ. തൃശൂർ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വൻ ലഹരി വേട്ട. വിപണിയിൽ 5 ലക്ഷം രൂപയോളം വില വരുന്ന 20 ഗ്രാം ബ്രൗൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. അസം സ്വദേശി നസീറുൽ ഹുസൈനാണ് പിടിയിലായത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ തന എന്നറിയപ്പെടുന്ന ബ്രൗൺ ഷുഗറാണ് പിടികൂടിയത്. ചെറിയ പ്ലാസ്റ്റിക് ഡപ്പികളിലാക്കിയാണ് വിൽപ്പന. ഒരു ഡപ്പിക്ക് 500 രൂപ മുതലാണ് ഇത് വിറ്റഴിക്കുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പത്തനംതിട്ട മലയാളപ്പുഴയിൽ ക്വാറിയിൽ ടിപ്പർ ലോറി മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. 32 വയസ്സുള്ള ശ്രീജിത്താണ് മരിച്ചത്. തെക്കുമല വിൻറോക്ക് ക്വാറിയിലാണ് അപകടമുണ്ടായത്. എറണാകുളം പായിപ്രയിൽ പെയിന്റിംഗ് വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ച ടോറസ് ലോറി തീപിടിച്ച് കത്തി നശിച്ചു. മൂവാറ്റുപുഴ സ്വദേശികളുടെ ലോറിയാണ് കത്തി നശിച്ചത്. വർക്ക്ഷോപ്പ് ജീവനക്കാരും അയൽവാസികളും ചേർന്ന് തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. തീ പടരുന്നത് കണ്ട് മറ്റ് വാഹനങ്ങൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയതിനാൽ വൻ അപകടം ഒഴിവായി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. മുസ്ലിം ലീഗ് വഴിക്കടവ് പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ച യോഗം ബഹളം മൂലം മാറ്റിവെച്ചു. ചേരിതിരിഞ്ഞ് വാക്കേറ്റമുണ്ടായതിനെ തുടർന്നാണ് യോഗം മാറ്റിവെച്ചത്. പഞ്ചായത്ത് കമ്മിറ്റിയിൽ VK മൊയ്തീൻകുട്ടിയെ വൈസ് പ്രസിഡന്റായും ലത്തീഫ് മണിമൂളിയെ സെക്രട്ടറിയായും നോമിനേറ്റ് ചെയ്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി സർക്കുലർ ഇറക്കിയിരുന്നു. എന്നാൽ ഇവരെ അറിയിക്കാതെയാണ് കമ്മിറ്റി യോഗം വിളിച്ചതെന്ന് പറഞ്ഞ് ഒരു വിഭാഗം ബഹളമുണ്ടാക്കുകയായിരുന്നു. പഞ്ചായത്തിൽ UDF നേടിയ ഉജ്ജ്വല വിജയം ചർച്ച ചെയ്യുന്നതിനും സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ച 2 പേരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാനുമാണ് യോഗം വിളിച്ചതെന്ന് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ഹമീദും സെക്രട്ടറി ഉസ്മാനും പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരവലോകന യോഗം ഭാരവാഹികളൊക്കെ കൂടി ഒന്ന് വിളിക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഭാരവാഹികളെ പുതുതായിട്ടൊന്ന് 2 പേര് ചേർക്കുക എന്നുള്ളൊരു ചെറിയൊരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില ആളുകൾക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾക്ക് ചില അഭിപ്രായ വ്യത്യാസം കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ വളരെ പ്രഗത്ഭരായ സംസ്ഥാന നേതാക്കളും അതേപോലെ തന്നെ ഇവരൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മളത് പരിഹരിക്കുക തന്നെ ചെയ്യും. തിരുവനന്തപുരം വർക്കലയിൽ പോലീസിനെ ആക്രമിച്ച 3-അംഗ സംഘം അറസ്റ്റിൽ. ചെറുന്നിയൂർ സ്വദേശി ബിജിത്ത്, നെയ്യാർ ഡാം സ്വദേശി പ്രവീൺ, പീരുമേട് സ്വദേശി ജിജോ എന്നിവരാണ് പിടിയിലായത്. വർക്കല വെട്ടൂർ ജംഗ്ഷന് സമീപം കാറിലെത്തിയ സംഘങ്ങൾ തമ്മിലുള്ള വഴക്ക് പോലീസ് ചോദിച്ചറിയുന്നതിനിടെയാണ് 3-അംഗ സംഘം പോലീസിനെ ആക്രമിച്ചത്. തുടർന്ന് വാഹനത്തിന്റെ സൈഡ് മിറർ ഇടിച്ച് കേടുവരുത്തുകയും ചെയ്തു.
പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇൻഷുറൻസ് രംഗത്തെ വിദേശ നിക്ഷേപം കൂട്ടാൻ വ്യവസ്ഥകളുള്ള സബ്കാ ബീമ സബ്കി രക്ഷാ ബില്ല് ലോക്സഭ പാസാക്കി. ഇൻഷുറൻസ് നിയന്ത്രണ നിയമം ഉൾപ്പെടെ 3 നിയമങ്ങൾക്ക് പകരമാണ് പുതിയ ബില്ല്. വിദേശ നിക്ഷേപം 100% LICയെ ബാധിക്കുമെന്ന MP-മാരുടെ വിമർശനം ധനമന്ത്രി തള്ളി. LICക്ക് എല്ലാ സംരക്ഷണവും നൽകുമെന്നും ഏജന്റുമാരുടെ കമ്മീഷൻ ഉൾപ്പെടെ ഉറപ്പാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. വിദേശ നിക്ഷേപം 49% കുറയ്ക്കണമെന്ന NK പ്രേമചന്ദ്രന്റെ ഭേദഗതി തള്ളിക്കളഞ്ഞു. ഇൻഷുറൻസ് രംഗത്തെ വിദേശ നിക്ഷേപം കൂട്ടാൻ വ്യവസ്ഥകളുള്ള സബ്കാ ബീമ സബ്കി രക്ഷാ ബില്ല് ലോക്സഭ പാസാക്കിയിരിക്കുന്നു. ഇൻഷുറൻസ് നിയന്ത്രണ നിയമം ഉൾപ്പെടെ 3 നിയമങ്ങൾക്ക് പകരമാണ് ഈ ഒരു ബില്ല്. വിദേശ നിക്ഷേപം 100% LICയെ ബാധിക്കുമെന്ന MP-മാരുടെ വിമർശനം ധനമന്ത്രി തള്ളിയിട്ടുമുണ്ട്. LICക്ക് എല്ലാ സംരക്ഷണവും നൽകുമെന്നും ഏജന്റുമാരുടെ കമ്മീഷൻ ഉൾപ്പെടെ ഉറപ്പാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. വിദേശ നിക്ഷേപം 49% കുറയ്ക്കണമെന്ന NK പ്രേമചന്ദ്രന്റെ ഭേദഗതിയും തള്ളിക്കളഞ്ഞു. തിരുവനന്തപുരം വർക്കലയിൽ അമ്മയും മകനെയും ആക്രമിച്ച സഹോദരങ്ങൾ പിടിയിൽ. വർക്കല സ്വദേശികളായ അനുശങ്കർ, അഭിലാഷ് എന്നിവരാണ് പിടിയിലായത്. സഹോദരങ്ങളായ ഇരുവരും തമ്മിലുള്ള വഴക്ക് പോലീസിനെ അറിയിച്ചതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസെടുത്തു. തൃശൂർ തൃപ്രയാർ കിഴക്കേനടയിൽ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷണം പോയി. എറണാകുളം സ്വദേശിയും കോഓപ്പറേറ്റീവ് സൊസൈറ്റി മാനേജറുമായ അനൂപിന്റെ ബൈക്കാണ് മോഷണം പോയത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ബൈക്ക് പാർക്ക് ചെയ്ത് ഓഫീസിലേക്ക് പോയതിന് പിന്നാലെയാണ് മോഷണം നടന്നത്. 5 മണിക്കൂറിന് ശേഷം തിരികെ വന്നപ്പോഴാണ് ബൈക്ക് മോഷണം പോയ വിവരം അറിയുന്നത്. സംഭവത്തിന് പിന്നാലെ അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. തിരുവനന്തപുരം പാറശാലയിൽ 2 വീടുകളിൽ നിന്ന് 30 ലക്ഷം വില വരുന്ന സ്വർണവും പണവും ഫോണുകളും കവർന്ന സംഘത്തിലെ ഒരാൾ അറസ്റ്റിൽ. പള്ളിച്ചൽ സ്വദേശി അനിൽകുമാറാണ് അറസ്റ്റിലായത്. ചെങ്കൽ പഞ്ചായത്തിലെ വിപിൻകുമാറിന്റെയും അനിൽകുമാറിന്റെയും വീട്ടിലാണ് മോഷണം നടത്തിയത്. മുൻവശത്തെ കതകിന്റെ പൂട്ട് കുത്തിപ്പൊളിച്ച് കയറിയാണ് മോഷണം നടത്തിയെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾക്കൊപ്പമുള്ള മുഖ്യപ്രതികൾ ഒളിവിലാണ്. നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ജോയിയുടെ വീടിനടുത്തുള്ള കിണറ്റിൽ മ്ലാവ് ചാടി. വൈകിട്ട് 5:30-യോടെയാണ് സംഭവം. കിണറ്റിൽ ചാടിയ മ്ലാവിനെ കാട്ടിൽ തുറന്നുവിട്ടു. തൃശൂർ പുന്നയൂർകുളത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ചു. മുഖം മറച്ചെത്തിയ മോഷ്ടാവ് ബൈക്ക് തള്ളിക്കൊണ്ട് പോകുന്നതിന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞു. പരൂർ സ്വദേശി ആസിഫിന്റെ കറുപ്പ് നിറത്തിലുള്ള യൂണിക്കോൺ ബൈക്കാണ് മോഷണം പോയത്. വീടിന് മുന്നിലെ കാർ പോർച്ചിൽ നിർത്തിയിട്ടതായിരുന്നു ബൈക്ക്. നേരം പുലർന്നപ്പോഴാണ് ബൈക്ക് മോഷണം പോയ വിവരം ഉടമ അറിഞ്ഞത്. മേഖലയിലെ CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആലപ്പുഴ ബുധനൂരിൽ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയതിന് പിന്നാലെ കാണാതായ യുവാവിനെ അവശനിലയിൽ കണ്ടെത്തി. ബുധനൂർ സ്വദേശി വിഷ്ണുവിനെയാണ് ചതുപ്പ് നിലത്തിൽ അവശനിലയിൽ കണ്ടെത്തിയത്. ദുബായിൽ നിന്ന് നാട്ടിലെത്തിയതിന് പിന്നാലെ പ്രതിശ്രുത വധുവിനെ കാണാനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയ വിഷ്ണുവിനെ കാണാതാവുകയായിരുന്നു. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു. തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകുകയും അന്വേഷണത്തിനിടെ കണ്ടെത്തുകയുമായിരുന്നു. ഉടൻ തന്നെ വിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. യാത്രക്കിടെ വിഷ്ണു സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം തെറ്റി പാടത്തേക്ക് മറിഞ്ഞതാകാമെന്നാണ് നിഗമനം.